കൊറോണ വൈറസ് വ്യാപനം ചെറുക്കാൻ രാജ്യത്തെ ലോക്ക്ഡൗൺ മെയ് 3 വരെ നീട്ടുന്ന തീരുമാനം ജനങ്ങളെ അറിയിക്കാനായി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയപ്പോൾ പരാമർശിച്ച ഒരു പാനീയമാണ് പിന്നീട് ഏറെ ചർച്ചയായ കാട. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി ആയുർവേദ പാനീയമായ കാട കുടിക്കുന്നത് ശീലമാക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതോടെ കാടയെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ ആരംഭിച്ചു. രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനും ശരീരത്തെ ആരോഗ്യപൂർണമായി വയ്ക്കാനും സഹായിക്കുന്ന ഒന്നാണ് ഇത്. ഔഷധ സസ്യങ്ങളും സുഗന്ധവ്യഞ്ജനങ്ങളും ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഒരു ആയുർവേദ പാനീയമാണ് കാട. തുളസിയില, കറുവപ്പട്ട, കുരുമുളക്, ചുക്ക്, ഉണക്കമുന്തിരി എന്നിവയാണ് ഇതിലെ പ്രധാന ചേരുവകൾ. നമുക്ക് നോക്കിയാലോ എങ്ങനെ ഒരു കാട തയ്യാറാക്കാമെന്ന്. കാട ഉണ്ടാക്കാനായി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായ അളവിൽ നോക്കാം. തുളസിയില 1 ടീസ്പൂൺ, ഏലക്ക 1 ടീസ്പൂൺ, കറുവപ്പട്ട 1 ടീസ്പൂൺ, ചുക്ക് 1 ടീസ്പൂൺ, കുരുമുളക് 1 ടീസ്പൂൺ, പിന്നെ ഉണക്കമുന്തിരി, ആവശ്യത്തിനുള്ള വെള്ളം 2 അല്ലെങ്കിൽ 3 കപ്പ് വെള്ളം, തേന് അല്ലെങ്കിൽ ശർക്കര, പിന്നെ കുറച്ച് നാരങ്ങ നീര്. ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കുരുമുളകും കറുവപ്പട്ടയും മിക്സിയിൽ നന്നായി പൊടിച്ചെടുക്കുക. ഒരു പാനിൽ 2-3 ഗ്ലാസ് നമ്മളെടുത്ത വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുക. വെള്ളത്തിലേക്ക് തുളസിയില ചേർത്ത് ഏകദേശം ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ തിളപ്പിക്കുക. വെള്ളം ചെറുതായി തിളച്ച് വരുമ്പോൾ കുരുമുളക്, കറുവപ്പട്ട പൊടിച്ചത്, അതുപോലെ ചുക്ക് ഇവ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അല്പസമയത്തിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി കൂടി ചേർത്ത് ഒരു 2-3 മിനിറ്റ് കൂടി തിളപ്പിക്കുക. രുചി കൂട്ടുന്നതിനായി നമുക്കിതിലേക്ക് തേന് അല്ലെങ്കിൽ എടുത്തു വെച്ചിട്ടുള്ള ശർക്കര ആവശ്യം അനുസരിച്ച് ചേർക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നാരങ്ങ നീരും ചേർത്താൽ ഹെൽത്തി ആയിട്ടുള്ള കാട തയ്യാറായി കഴിയും. ഓക്കെ, താങ്ക് യു.